എനിക്ക് തോന്നുന്നു CPI വലിയ ധർമ്മസങ്കടത്തിലാവും. ഇത് ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഒരു കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ്. അവസാനം LDF-ൽ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ മുഖം രക്ഷിക്കേണ്ടി വരും. UDF-ലോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ മുഖം രക്ഷിച്ച് LDF മുന്നണിയിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും CPM-ന് അടിയറവ് പറഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ തന്നെയോ അവരുടെ ചവിട്ടും കുത്തുവേറ്റ് കിടക്കുകയാണ്. അതൊന്നുകൂടെ കൂടാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചരിത്രം ചില സമയത്ത് ആവർത്തിക്കും, അത് കോമാളിയായിട്ടായിരിക്കുമെന്ന് ഒരു ചൊല്ലുണ്ട്. അപ്പം എനിക്ക് ഈ ഇഷ്യൂവിൽ CPI-യുടെ MN ഗോവിന്ദൻ നായർ സ്മാരകത്തിലോട്ട് പോയത് ശ്രീ ശിവൻകുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സ്പ്രിംഗ്ലറിൻ്റെ ഇഷ്യൂവിൽ ഇതേ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ശ്രീ പിണറായി വിജയൻ അന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി, അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെയാണ് അയച്ചത്. അപ്പോൾ ശിവശങ്കറിൻ്റെ അതേ ഗതി ശ്രീ ശിവൻകുട്ടിക്ക് വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവർ തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ആളിനെയാണ് അദ്ദേഹം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചത്. അന്ന് അവരത് സമ്മതിച്ചില്ല, അത് കുറച്ചുകൂടെ കൂടുതൽ അജിറ്റേറ്റ് ആയതേ ഉള്ളൂ. ഇത് CPI-യുടെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ 79-ൽ അവർ എടുത്ത ഏറ്റവും ചരിത്രപരമായ ഒരു വിഡിത്തമാണ് അവർക്ക് തിരുത്താൻ കാലം കൊടുത്തേക്കുന്നത്. കാര്യം ഇന്ത്യയിലെ ഒരു സമയത്ത് ഈ 70-കളിൽ ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന, ഇന്ത്യയിൽ മുഴുവനും പ്രസൻസ് ഉള്ള ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമ്മൾ കളിയാക്കി ആളില്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമെങ്കിലും CPI ആയിരുന്നു. ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രസൻസ് ഉള്ള, ട്രേഡ് യൂണിയൻ തലത്തിലായാലും അവരുടെ യൂണിയൻ ഇന്ത്യയിൽ മുഴുവൻ ഒരു സമയത്ത് വളരെ പ്രഭാവത്തോടെ ഉണ്ടായിരുന്നൊരു യൂണിയനായിരുന്നു CPI-യുടെ. പക്ഷേ അവർ ഡാങ്കയുടെ പോളിസി വിട്ട് കോൺഗ്രസിനോട് യോജിക്കേണ്ട പകരം സോഷ്യലിസ്റ്റിനോട് യോജിപ്പിക്കേണ്ട പകരം CPM-ൻ്റെ കീഴിൽ ഞങ്ങൾ ജോലി ചെയ്തുകൊള്ളാമെന്നൊരു അവസ്ഥയിലോട്ട് CPI വന്നു. അത് അവരെ അതിലോട്ട് നയിച്ചത് അന്ന് ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും ഉറപ്പായിട്ടുണ്ടായിരുന്ന, നമ്മൾ കർണാടക സാറിൻ്റെ ഭാഷ പറഞ്ഞ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് ഭരണമായിരുന്നു. ആ ഭരണത്തിൻ്റെ തണൽ കണ്ടിട്ടാണ് അവർ വന്നത്. അപ്പം ത്രിപുര എന്തായെന്ന് സാറിന് അറിയാം, വെസ്റ്റ് ബംഗാൾ എന്തായെന്ന് അതിനേക്കാളും നല്ലോണം അറിയാം. ഇനി കേരളം എന്താവും എന്നും അന്വേഷിക്കാൻ അധികം നമ്മൾ താമസിക്കണ്ട. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഇപ്പം നാളത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് CPI മന്ത്രിമാർ ബഹിഷ്കരിക്കുമെന്നും ചില മന്ത്രിമാർ പിന്മാറുമെന്നും മന്ത്രിസഭയിൽ നിന്നൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട്. ഇത് ഓർമ്മിപ്പിക്കുന്നത് CPM-ൻ്റെ വെസ്റ്റ് ബംഗാളിലെ പ്രഭാവകാലത്ത് CPM മന്ത്രിമാർ മാത്രമായിട്ട് പലപ്പോഴും ക്യാബിനറ്റ് കൂടാറുണ്ട്, അല്ലെങ്കിൽ ക്യാബിനറ്റിലുള്ള ഫയലുകളെല്ലാം നേരത്തെ തീരുമാനിക്കാറുണ്ട്. CPI-യുടെയും പല ഈ ഫോർവേഡ് ബ്ലോക്ക് പോലുള്ള പാർട്ടികളെയൊന്നും ഈ മീറ്റിങ്ങുകൾക്കൊന്നും അവർ വിളിക്കാറൊന്നുമില്ല. ഫയലുകൾ ഉണ്ടെങ്കിൽ സെക്രട്ടറിമാർ വഴി അങ്ങ് എത്തിക്കാൻ പറയും. ഈ ഫയലുകൾ അങ്ങ് എത്തിച്ചു കൊടുക്കും. അന്ന് ഭരണത്തിലോ നയതന്ത്രത്തിലോ നയപരമായിട്ടുള്ള തീരുമാനങ്ങളിലോ ഒന്നും CPM-നല്ലാതെ മറ്റൊരു കക്ഷികൾക്കും പങ്കില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ആ കാലത്തിൽ നിന്നാണ് ഇന്ന് മണ്ണോട് മണ്ണ് ഇല്ലാതെ CPM തകർന്നത് വെസ്റ്റ് ബംഗാളിൽ. അപ്പോൾ തിരിച്ച് അതേ ഒരു അവസ്ഥയിലാണ് കേരളത്തിലോട്ടും വരുന്നത്. മന്ത്രിമാരെയോ മന്ത്രിസഭയെയോ ഘടകകക്ഷികളെയോ ഇടതു മുന്നണിയോ വിശ്വാസത്തിലെടുക്കാതെ ചിലർ ഒരു ഓട്ടോ മോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അത് ഏറ്റവും പരിഹാസ്യകരമായ ഒരു കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒപ്പിടുന്നതിനെപ്പറ്റി ഒപ്പിടരുതെന്ന് പറയുന്ന സമയത്തും മുഖ്യമന്ത്രി തലകുലുക്കി കേട്ടു, ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. അപ്പം അവരെ ഒരുമാതിരി ചീറ്റിംഗ് ആയിപ്പോയതുപോലെ മന്ത്രി രാജന് തോന്നിയത്. അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒരു പരിഹാസപാത്രമാക്കി. കാര്യം ആൾറെഡി അദ്ദേഹത്തിന് അറിയാം ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന്. എന്നാൽ ഈ പരാതി പറയുമ്പോഴത്തേക്കെങ്കിലും പറയണ്ടേ പറ്റില്ല, ഞങ്ങളിത് കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇതൊക്കെ മീഡിയയിൽ നിന്ന് അറിയേണ്ട ഒരു അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് ബിനോയ് വിശ്വവും കാനവുമായിട്ടുള്ള പഴയ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. പാർട്ടിക്കകത്ത് വളരെ രീതിയിലുള്ള ഭിന്നിപ്പ് നടപ്പുന്നുണ്ടായിരുന്നു. അസീസിനെയൊക്കെ ഒതുക്കാൻ പെട്ട പാട് ഇദ്ദേഹത്തിന് തന്നെ അറിയാം നല്ല രീതിയിൽ. അപ്പം ഒരു വിശ്വാസ്യതയുള്ളൊരു നേതൃത്വം വന്നപ്പോഴത്തേക്കും തിരിച്ച് ഇത് ഒരു ചെറിയ പ്രശ്നമല്ല. ഇത് നമ്മുടെ ബേബി സഖാവ് ചെന്ന് രാജാ സഖാവിനെ കാണേണ്ടി വന്നു. രണ്ടുപേരും കൂടെ ചേർന്ന് സംസാരിച്ചിട്ട് പ്രശ്നം തീരുന്നില്ല. അങ്ങനെ വീണ്ടും സ്റ്റേറ്റിലോട്ട് വന്നു. സ്റ്റേറ്റിലും ബിനോയ് വിശ്വം വഴങ്ങാമെന്ന് തീരുമാനിച്ചിട്ട് പോലും മന്ത്രിമാരിൽ പലരും വിമുഖത കാട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം.
ഇനി ഈ ഒരു കാര്യം ഇതുവരെ CPM കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം കൂട്ടുപ്രതിയായിട്ട് CPI നിൽക്കേണ്ട ഒരു അവസരം വന്നിട്ട് അടുത്ത 6 മാസത്തെ അധികാരം വേണ്ടാന്ന് വെച്ചിട്ട് അവർക്ക് പുറത്തു പോകാൻ കിട്ടുന്ന ഒരു ഭംഗിയായിട്ടുള്ള ഒരു അവസരമാണ്. അതുമല്ല, നാഷണൽ പൊളിറ്റിക്സിൽ കോൺഗ്രസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ശക്തിയായിട്ടുള്ള ഒരു അലൈ ഇല്ലാത്ത ഒരു സുവർണ അവസരം കൂടെയാണ്. കോൺഗ്രസിന് തന്നെ ഏകദേശം 100 സീറ്റുകളിൽ മത്സരിക്കാനുള്ള ആരോഗ്യമേ ഉള്ളൂ. മറ്റ് എപ്പോഴും അവരുടെ ട്രേഡ് യൂണിയൻ സംവിധാനം, CPIയുടെ ട്രേഡ് യൂണിയൻ സംവിധാനം ദേശീയ തലത്തിൽ വളരെ സജീവമാണ്. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു ദേശീയ തലത്തിലൊരു പാർട്ണറെ കിട്ടാൻ അവർ എല്ലാ ഇന്ത്യ മുന്നണിയുടെ സഖ്യമാണ്. പക്ഷേ കേരളത്തിൽ മാത്രം വരുമ്പോഴത്തേക്ക് കോൺഗ്രസിനെ എതിർക്കേണ്ട ഒരു അവസരം പലപ്പോഴും വരുന്നത്. അതിലും CPIക്ക് കേരളത്തിൽ കൊടുക്കുന്ന സീറ്റുകളെല്ലാം കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളായിട്ടാണ് കൊടുക്കുന്നത്. അത് വയനാടായാലും ശരി, 4 സ്റ്റാർ മണ്ഡലമാണ്. വയനാടായാലും ശരി, നമ്മുടെ സതീശൻ്റെ പറവൂർ മണ്ഡലമായാലും ശരി, അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസുമായിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു അവസരം കൂടെയാണ്. അല്ല, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തന്നെ നമുക്കറിയാം. അത് തന്നെ അവർക്ക് എന്തായാലും അത് കിട്ടാനില്ലാത്തൊരു സാധ്യതയാണ്. ഇനി ഒരു കാലത്ത് M.M. ഗോവിന്ദൻ നായരും PKVയും പന്നിയനും ഒക്കെ ജയിച്ചു പോയിരുന്ന. ഇനി അവർക്ക് ഇവിടെ മണ്ഡലത്തെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിനെ പറ്റിയിട്ട് എന്തായാലും ഇനി അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ BJPയുടെ വിജയം മുതൽ CPIക്ക് വലിയ ഈർഷ്യ, പൂരം കലക്കിയത് തൊട്ട് അവർക്ക് ഒരു മനസ്സിലായി CPMഉം BJPയും തമ്മിൽ ഒരു ഡീൽ ഉണ്ട് എന്നുള്ള കാര്യം അസൂയാളുക്കൾ പറയുന്നുണ്ടായിരുന്നു. അത് ഇവർക്ക് തന്നെ ഇവരുടെ നാക്കുകൊണ്ട് തന്നെ പറയേണ്ട ഒരു അവസരമാണ് അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ സുനിൽകുമാറിനെ പോലുള്ള ഒരാളെ കൊണ്ട് അവിടെ കുരുതിക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം സുനിൽകുമാറിന് അവിടെ മണ്ഡലത്തിൽ വലിയൊരു ഹോൾഡ്, വലിയൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്ന കഴിഞ്ഞ മന്ത്രിസഭയിൽ വളരെ പ്രതിച്ഛായ ഉണ്ടായിരുന്ന, സുധാകരനെ പോലെ തന്നെ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു സുനിൽകുമാർ. അപ്പം അദ്ദേഹം അഴിമതിക്കാരനല്ല, എല്ലാ വിഭാഗം ആൾക്കാരുമായിട്ടും ബന്ധപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വളരെ സൗമ്യനാണ്, എല്ലാവർക്കും ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് കുരുതിക്ക് കൊടുക്കുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഇനി നിയമസഭാ മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലങ്ങളില്ല. പ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലവും കേരളത്തിലില്ല. ഇത്തവണ അവർ മാവേലിക്കരയെങ്കിലും വിജയിക്കുമെന്ന് കരുതിയതാണ്. അതിൽപ്പോലും നഷ്ടപ്പെടും. കേരളത്തിൽ ഇനി അവർ പാർലമെന്റിലേക്ക് അവർക്ക് പ്രത്യാശയില്ല. നിയമസഭയിലോട്ട് എത്ര സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം, അടുത്ത ഗവൺമെൻറ്റിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും വലിയ നിശ്ചയമില്ല. അവിടെയും CPIയുടെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPIയെ ഒതുക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും BJPയും CPMഉം തമ്മിൽ യോജിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ട്. കാര്യം എല്ലാവരും ഇതുവരെ പറഞ്ഞു പരത്തിയത് ഊഹാപോഹങ്ങളാണ് പറഞ്ഞെങ്കിലും CPMഉം BJPയും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു അന്തർധാര ഒരുപാട് പേര് സംശയിക്കുന്നുണ്ട്. ഇതെല്ലാം പരസ്യമായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഒരുപാട് പേര് പല കാര്യങ്ങളിലും ഈ ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന വളരെ ഉദാരമായ സമീപനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം ഫിനാൻസ് മിനിസ്റ്റർ ആയാലും ശരി തന്നെ അവസാനം അവർ പറയുന്ന കാര്യങ്ങൾ സുപ്രീം കോടതി വരെ പോയെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളിലോട്ട് കൺസീഡ് ചെയ്യേണ്ടി വന്നു. ഇനിയും അവർക്ക് തിരിച്ച് അധികാരത്തിൽ വരണമെങ്കിലും CPMന് കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ ഒരു മുദ്രാവാക്യം എന്ന നിലയ്ക്ക് വീണ്ടും CPMന് ജയിക്കേണ്ട സീറ്റുകളിൽ ജയിപ്പിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നു. കാര്യം BJP, ഞാൻ മുമ്പ് നമ്മളുമായിട്ടുള്ള സംസാരത്തിൽ പറഞ്ഞു, BJP 10,000-ൽ കുറവ് വോട്ട് വാങ്ങിക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലങ്ങളെല്ലാം CPM ജയിക്കുന്നത് BJP അവിടെ മത്സരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ CPMനെ തോൽപ്പിക്കാൻ BJP ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുന്നിടത്ത് CPMന് വിജയസാധ്യത ഉണ്ടാവുകയും ചെയ്യും. അല്ല, ഈ BJP സീറ്റ് കുറഞ്ഞ BJPക്ക് 10,000 ചില്ലുവാനം വോട്ട് നേടുന്ന മണ്ഡലങ്ങളുണ്ട്. അതിൽ പലതും CPM ജയിക്കുന്നതിന് കാരണം BJPയാണ്. BJP അവിടെ മത്സരിക്കുന്നുണ്ടാണ്. ഏറ്റവും ഉദാഹരണം നിലമ്പൂർ കഴിഞ്ഞ കണ്ടില്ലേ, 5,000 വോട്ട് BJP പിടിക്കുമ്പോഴത്തേക്ക് അൻവർ പിടിച്ചിരുന്നത് 3,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ അവിടെ BJP 5,000 വോട്ട് പിടിച്ചുകൊണ്ട് മാത്രമാണ് അവർ ജയിച്ചത്. അപ്പം ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട എന്ന് മുമ്പ് അങ്ങനെ BJP 108 മണ്ഡലങ്ങളിൽ മാത്രം മത്സരിച്ചൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 30 മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട എന്ന് BJP തീരുമാനിച്ചു കഴിഞ്ഞാൽ CPM കേരളത്തിൽ ഒരിക്കലും അധികാരത്തിൽ വരത്തില്ല. അപ്പം ഇങ്ങനെ ഒരു അധികാര വർഗ്ഗങ്ങൾ തമ്മിലുള്ള ഒരു അന്തർധാര എപ്പോഴും ശക്തമായിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഒരു ഡബിൾ എഞ്ചിൻ പോലെയാണ്. കേന്ദ്രത്തിലെ ഒരു പാർട്ടിയുടെ എഞ്ചിനും കേരളത്തിലെ അതേ പാർട്ടിയുടെ തന്നെ വേറൊരു എഞ്ചിനുമാണെന്ന്
ഇതുള്ളൂ. രണ്ടിൻ്റെ നിറം മാറ്റമാണ്. രണ്ടും എഞ്ചിനും ട്രെയിനും ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരു എഞ്ചിൻ്റെ നിറമല്ല മറ്റേ എഞ്ചിൻ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.